വെച്ച് വാണിജ്യ എണ്ണ കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കടുത്ത നയതന്ത്ര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പോലും ഉലയ്ക്കുന്ന രീതിയിലാണ് ഈ സംഭവത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ നീങ്ങുകയായിരുന്ന സാധാരണ ഒരു വാണിജ്യ കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ ഈ ആക്രമണം തികച്ചും അനാവശ്യവും ക്രൂരവുമായിരുന്നുവെന്നാണ് ന്യൂഡൽഹിയുടെ വിലയിരുത്തൽ. ആക്രമണം നടന്ന ആദ്യഘട്ടത്തിൽ 3 ഇന്ത്യൻ നാവികരെ കടലിൽ കാണാതായെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് അധികൃതർ നടത്തിയ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് ഈ 3 ഇന്ത്യൻ ജീവനക്കാരും ആക്രമണത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ നാവികരുടെ മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അഭൂതപൂർവമായ നയതന്ത്ര ഇടപെടലുകളാണ് ഉണ്ടായത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയും കടുത്ത ഭാഷയിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഒട്ടും നീതീകരിക്കാനാവാത്തതും അങ്ങേയറ്റം മാരകവുമായ ഈ സൈനിക നീക്കത്തിലൂടെ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ അമേരിക്കൻ നടപടിയെ ജയശങ്കർ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സാധാരണ സിവിലിയൻ കപ്പലുകൾക്ക് നേരെ സൈനിക ശക്തി പ്രയോഗിച്ച അമേരിക്കൻ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജയശങ്കർ മാർക്കോ റൂബിയോയോട് തുറന്നടിച്ചു. ആഗോള സമുദ്ര വാണിജ്യ മേഖലയുടെ സുരക്ഷിതത്വത്തിനും പശ്ചിമേഷ്യൻ കടലിടുക്കുകളുടെ സ്ഥിരതയ്ക്കും ഇത്തരം അവിവേകപൂർണമായ ആക്രമണങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് അദ്ദേഹം വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകി. ജയശങ്കറിന്റെ നേരിട്ടുള്ള ഇടപെടലിന് പുറമെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിലെ US എംബസിയിലെ ചീഫ് നയതന്ത്രജ്ഞനെ അടിയന്തരമായി വിളിച്ചുവരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. സാധാരണ ജനങ്ങൾ ജോലി ചെയ്യുന്ന സിവിലിയൻ കപ്പലുകൾക്ക് നേരെ സൈനിക ബലം ഉപയോഗിക്കുന്നത് രാജ്യാന്തര സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് ഇന്ത്യ US പ്രതിനിധിയെ ഔദ്യോഗികമായി അറിയിച്ചു. സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ട വാണിജ്യ കപ്പലുകളെ യുദ്ധക്കളമാക്കുന്ന ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ നാവികസേന മേഖലയിൽ കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്നാൽ ഈ ജാഗ്രതയുടെ പേരിൽ സാധാരണ കപ്പലുകളെയും നിരപരാധികളായ നാവികരെയും ലക്ഷ്യമിടുന്നത് പൈശാചികമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്ത് സാഹചര്യത്തിലാണ് അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യൻ നാവികർ സഞ്ചരിച്ച എണ്ണ കപ്പലിന് നേരെ വെടിയുതിർത്തത് എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം വേണമെന്നും ഇന്ത്യ വാശി പിടിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സമുദ്രപാതകൾ വഴി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇത്രയും കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഒമാൻ ഉൾക്കടലിൽ ഇത്തരം അപകടങ്ങൾ തുടർന്നാൽ അത് ഇന്ത്യൻ തൊഴിൽ മേഖലയെയും നാവികരുടെ ആത്മവിശ്വാസത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഭയപ്പെടുന്നു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ ചർച്ചയിൽ ഇരകളായ ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവും ജയശങ്കർ ശക്തമായി ഉന്നയിച്ചു. തന്ത്രപ്രധാന പങ്കാളികളെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കൂട്ടുകെട്ടിൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒന്നാണ്. ഈ സംഭവം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനും വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയെ പോലെ തന്ത്രപ്രധാനമായ ഒരു ഏഷ്യൻ സഖ്യകക്ഷിയെ പിണക്കിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ ശക്തമായ ഒരു സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതിനാൽ തന്നെ ഇന്ത്യൻ നാവികരുടെ മരണത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ വിശദീകരണം നൽകേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ രൂപീകരിച്ചിട്ടുള്ള സമുദ്ര നിയമങ്ങളെല്ലാം അമേരിക്കൻ നാവികസേന കാറ്റിൽ പറത്തിയെന്നാണ് ഈ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. ശത്രു രാജ്യങ്ങളുടെ കപ്പലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണം നടത്തിയതെന്ന വാദം അമേരിക്ക ഉയർത്തുന്നുണ്ടെങ്കിലും കൃത്യമായ നിരീക്ഷണമില്ലാതെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ മാരകായുധങ്ങൾ പ്രയോഗിച്ചത് വലിയ വീഴ്ചയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത്. ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിൽ അടുത്ത വർഷങ്ങളിൽ തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചിരുന്നു. എന്നാൽ ഗൾഫ് മണ്ണിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ കൈകളാൽ ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ജനതയ്ക്കിടയിലും വലിയ രീതിയിലുള്ള അമേരിക്കൻ വിരുദ്ധ വികാരത്തിന് കാരണമായിട്ടുണ്ട്. ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അമേരിക്കൻ പെന്റഗണിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഉന്നയിച്ച കടുത്ത ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള കടുത്ത വിള്ളലുകൾ രൂപപ്പെടാൻ ഈ ഒമാൻ ഉൾക്കടൽ ദുരന്തം കാരണമായേക്കാം.